നമ്മൾ 6ാം ക്ലാസ്സിന്റെ ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് എന്ന് പറയുന്ന പൂക്കാം കായ്ക്കാം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചർ എപ്പോഴും പറയുന്നത് പോലെ ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും പ്രയോജനം വരുന്ന രീതിയിലാണ് ഈ റെക്കോർഡിങ്സ് മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഒത്തിരിയേറെ പാർട്ട് 1, 2, 3 ഒക്കെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ പാർട്ടുകളും കണ്ടതിന് ശേഷം ഈ ഒരു ഭാഗം കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നോട്ട് പുസ്തകം കയ്യിൽ എടുത്തു വെക്കുക. അതുപോലെ പുതിയ വാക്കുകൾ വരുമ്പോഴത്തേക്കും എഴുതി 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 പോകണം. വീണ്ടും വീണ്ടും എല്ലാ ദിവസവും ആ പുതിയ വാക്ക് വെറുതെ ഒന്ന് വായിച്ചാൽ തന്നെ നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴത്തേക്ക് എളുപ്പം ഉണ്ടാവും. പിന്നെ മലയാളം മീഡിയത്തിലെ കുഞ്ഞുങ്ങള് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇംഗ്ലീഷിന്റെ വാക്കുകളും കൂടി ഇതിന്റെ കൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം 11ാം ക്ലാസ്സിനും 12ാം ക്ലാസ്സിനും നമുക്ക് പോകണ്ടേ. പോകുമ്പോഴത്തേക്കും സയൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ശാസ്ത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെ നോക്കി? നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് നോക്കി, പാർട്സ് ഓഫ് ഫ്ലവേഴ്സ് നോക്കി, നോൺ ഫ്ലവറിംഗ് പൂക്കാത്ത സസ്യങ്ങളെ പറ്റിയിട്ടും, ഫംഗ്ഷൻസ് ഓഫ് ഫ്ലവർ പൂവിന്റെ ധർമ്മങ്ങളെ പറ്റിയിട്ടും, ഫ്രൂട്ട് ആൻഡ് സീഡ് ഫലവും വിത്തിനെ പറ്റിയിട്ടും, ഫലങ്ങളുടെയും വിത്തിനെ പറ്റിയിട്ടും, യൂണിസെക്ഷൽ ബൈസെക്ഷൽ ഏകലിംഗ പുഷ്പങ്ങൾ ദ്വിലിംഗ പുഷ്പങ്ങൾ, ഏകലിംഗ സസ്യങ്ങൾ ദ്വിലിംഗ സസ്യങ്ങൾ, അതേപോലെ സെൽഫ് പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ, പോളിനേഷൻ എന്ന് പറയുന്ന ഭാഗം നോക്കി. തൊട്ട് മുന്നേ അതായിരുന്നു അല്ലെ, സ്വപരാഗണവും പരപരാഗണവും. അതുപോലെ പൂക്കളുടെ കൂട്ടുകാരെ പറ്റി നമ്മൾ നോക്കി. പിന്നെ അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫെർട്ടിലൈസേഷൻ. പിന്നെ ഫലങ്ങൾ, പഴങ്ങള്, സീഡ് ഉള്ളവയും വിത്തുള്ളവയും വിത്തില്ലാത്തവയും, അതേപോലെ പൂങ്കുലകളെ പറ്റിയിട്ടും കപട ഫലങ്ങളെ പറ്റിയിട്ടും ഫ്ലോറിക്കൾച്ചർ അല്ലെങ്കിൽ പുഷ്പകൃഷിയെ പറ്റിയിട്ടുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ഫെർട്ടിലൈസേഷൻ എന്തിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ മക്കളെ? നമ്മളെ ഇവിടെ നിന്നും, അതായത് പരാഗിയിൽ നിന്നും, അതായത് ആൻഥറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് പൊങ്ങി പരാഗണ സ്ഥലം, അതായത് മറ്റേ പെൺപ്രത്യുൽപാദന അവയവം, അതായത് ഗൈനീഷ്യത്തിന്റെ സ്റ്റിഗ്മ, പരാഗണ സ്ഥലം സ്റ്റിഗ്മയിൽ പോയി വീഴും. ഓക്കെ, ഇങ്ങനെ വീണ് കഴിഞ്ഞ പരാഗ രേണുക്കൾ, അതായത് പോളൻ ട്യൂബ്, പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസിന്റെ ഉള്ളിൽ എന്തുണ്ട്? പോളൻ ഗ്രെയിനിന്റെ ഉള്ളിൽ രണ്ട് ആൺബീജങ്ങളുണ്ട്, രണ്ട് മെയിൽ ഗാമീറ്റ്സ് ഉണ്ട്. അപ്പൊ പോളൻ ഗ്രെയിൻ വന്ന് വീണു. പോളൻ ഗ്രെയിൻ എന്ന് പറയുന്ന ഒരു കുട്ടി ബാഗ്, ആ കുട്ടി ബാഗിന്റെ ഉള്ളിൽ രണ്ട് മെയിൽ ഗാമീറ്റ്സ് വീണു. ഓക്കെ, അപ്പൊ നമ്മളുടെ ലക്ഷ്യം എന്താണ്? മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റായ അണ്ടവും കൂടിച്ചേരണം അല്ലെ. മെയിൽ ഗാമേറ്റ് should fuse with female gamete, right? Female gamete. Okay, അപ്പൊ ആൺബീജം, പുംബീജം എന്താണ് ആൺബീജത്തിന് പറയാ? പുംബീജം പ്ലസ് പുംബീജവും ഫീമെയിൽ ഗാമറ്റ് പെൺബീജത്തിന് നമ്മൾ പറയുന്ന പേരാണ് അണ്ഡം. എന്താണ്? അണ്ഡം എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് രണ്ടു പേരും കൂടി സംഗമിക്കണം, ഒന്നിച്ചാണ് കുഞ്ഞു ചെടി ഉണ്ടാവുന്നത്. ആ കുഞ്ഞു ചെടിയുടെ ഫസ്റ്റ് ചെടിയുടെ പേരാണ് സൈഗോട്ട്. എന്താണ്? സൈഗോട്ട്. പുതിയ വാക്കാട്ടോ, സൈഗോട്ട് എന്ന് പറയുന്നതിന്റെ മലയാളം എന്താണ്? സിക്താണ്ഡം. ഓക്കെ, സിക്താണ്ഡം. ഇത് മൂന്ന് പ്രാവശ്യം പറയണം. പുതിയ വാക്കുകളൊക്കെ വരുമ്പോൾ 3 പ്രാവശ്യം പറയണം. അതുപോലെ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുകയും കൂടി വേണം. അപ്പൊ എന്തിനാ പോളിനേഷൻ നടക്കുന്നത്? പോളൻ ഗ്രെയിൻസ് ആൻഥറിൽ നിന്നും സ്റ്റിഗ്മയിൽ വന്ന് വീഴും. ഓക്കെ, അവിടെ നിന്നും മെയിൽ ഗാമേറ്റ്സ് താഴേക്ക് വരും. ഈ മെയിൽ ഗാമേറ്റ്സ്, പോളൻ ഗ്രെയിൻസ് പൊട്ടി ഉള്ളിലോട്ട് സ്റ്റൈലിൽ കൂടി രണ്ട് മെയിൽ ഗാമേറ്റ്സ് ട്രാവൽ ചെയ്ത് അണ്ടത്തിന്റെ അടുത്ത്, അതായത് എഗ്ഗിന്റെ അടുത്ത് വന്നിട്ട് ഫ്യൂസ് ആവും. ഇവിടെ സൈഗോട്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം. എവിടെയാണ് എഗ്ഗ് ഉള്ളത്? ഓവറിയുടെ ഉള്ളിൽ, ഓവ്യൂളിന്റെ ഉള്ളിൽ. എവിടെയാണ് ഫീമെയിൽ ഗാമേറ്റ് ഉള്ളത്? ഓവ്യൂളിന്റെ അകത്ത്. ഓവ്യൂൾ എവിടെയാണുള്ളത്? ഓവറിയുടെ അകത്ത് അല്ലെ, ഓവറിയുടെ അകത്ത്. ഓവറി എന്ന് പറയുന്നത് എന്താണ്? അണ്ഡാശയം. അണ്ഡാശയത്തിന്റെ അകത്ത്, ഓവ്യൂളിന്റെ അകത്താണ് അണ്ടമുള്ളത്, എഗ് ഉള്ളത്. അതിന്റെ അകത്ത് പോയിട്ടാണ് ഫ്യൂസ് ആവുന്നത്. മെയിൽ ഗാമേറ്റ്സ് എവിടെയാണ് ഉള്ളത്? പോളൻ ഗ്രെയിൻസിന്റെ അകത്ത് അല്ലെ. പരാഗ രേണുക്കൾ പോളൻ ഗ്രെയിൻസിനകത്ത്. പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നതിന്റെ പേരെന്താണ്? പരാഗ രേണുക്കൾ. ഓക്കെ, ഇത് എവിടെയാണുള്ളത് മക്കളെ? ഇതുള്ളത് ആൻഥർ. ഓക്കെ, പരാഗിക്കകത്താണ് ഉള്ളത്. അപ്പൊ പരാഗിയിൽ നിന്ന്
പോളൻ പരാഗരേണുക്കളെ സ്റ്റിഗ്മയിൽ കൊണ്ടിട്ടിട്ടു. എന്നിട്ട് എന്ത് സംഭവിക്കും? ആഫ്റ്റർ പോളിനേഷൻ, അങ്ങനെ കൊണ്ടിടുന്നത് തന്നെയാണ് പോളിനേഷൻ എന്ന് പറയുക അല്ലെ. എന്നിട്ട് പോളൻ ഗ്രെയിൻസ്, അപ്പൊ പോളൻ ഗ്രെയിൻ ഇവിടെ വന്നു. എന്നിട്ട് പോളൻ ഗ്രെയിൻസ് താഴോട്ട് വളരാൻ തുടങ്ങും. ആ ബാഗ് തന്നെ താഴോട്ട് വളരാൻ തുടങ്ങും. എങ്ങനെയാ? സ്റ്റൈലിൽ കൂടിയിട്ട്. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു സ്റ്റൈൽ ഉണ്ട്, അതിന്റെ പേരെന്താണ്? ഒരു എന്താ? ജനിതണ്ട്. ജനിതണ്ട്. സ്റ്റിഗ്മയുണ്ട്, അതായത് പരാഗണ സ്ഥലമുണ്ട്. ജനിതണ്ട് ഉണ്ട്. അത് ജനിതണ്ട് എന്തൊക്കെയാണ്? സ്റ്റിഗ്മ, സ്റ്റൈൽ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഓവറിയുടെ അകത്ത് ഓവ്യൂൾ. ഇത് ഇത്രയുമാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. പരാഗണ സ്ഥലം, പരാഗണ സ്ഥലം അല്ലെ. സ്റ്റൈൽ എന്ന് പറയുന്നതാണ് ജനിതണ്ട്, ജനിതണ്ട്. ജനിതണ്ട്. ഓവറി എന്ന് പറയുന്നത്, ഓവറി എന്ന് പറയുന്നത് എന്താണ്? അണ്ഡാശയം. അത് നമ്മൾ അപ്പുറത്ത് എഴുതിട്ടോ, അണ്ഡാശയം. ഓക്കെ, അണ്ഡാശയം. ഇത് മൂന്നെണ്ണം എന്താണ്? പെൺ പ്രത്യുൽപാദനാവയവം അല്ലെ, ഗൈനീഷ്യം. ഗൈനീഷ്യമാണ്. അപ്പൊ പോളൻ ഗ്രെയിൻ എവിടെ പോയി വീഴും? പരാഗണ സ്ഥലത്ത് പോയി വീഴും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇത് വളരാൻ തുടങ്ങും. എന്തിലൂടെ വളരാൻ തുടങ്ങും? പോളൻ ഗ്രെയിൻ എന്ന് പറയുന്ന ബാഗാണ് താഴോട്ട് വളരുന്നത്. സ്റ്റൈലിൽ കൂടിയിട്ട് വളരാൻ തുടങ്ങും. സ്റ്റൈലിൽ കൂടിയിട്ട് വളരാൻ തുടങ്ങും. അതായത് ജനിതണ്ടിന്റെ അതിൽ മധുരം ഉണ്ടാവും. ജനിതണ്ടിൽ മധുരം, ഷുഗർ കണ്ടന്റ് ഉണ്ടാവും. അത് കഴിച്ചിട്ടാണ് പോളൻ ഒരു പോളൻ ഗ്രെയിൻ ഇങ്ങനെ താഴോട്ട് വളരുന്നത്. എങ്ങനെയാ? അത് പോളൻ ട്യൂബായിട്ട് വളരും, ഒരു നാളിയായിട്ട് വളരും. അതായത് ഒരു ട്യൂബായിട്ട് താഴേക്ക് വരും. ആഫ്റ്റർ പോളിനേഷൻ പോളൻ ഗ്രെയിൻ ഗ്രോസ് ഡൗൺ ത്രൂ ദ സ്റ്റൈൽ. അത് സ്റ്റൈലിലുള്ള ഭക്ഷണം കഴിക്കും. എന്നിട്ട് ഓവറി വരെ വളരും. ഓവറി വരെ വളരും, അതായത് അണ്ഡാശയം വരെ വളരും. ജനിതണ്ടിലൂടെ അണ്ഡാശയം വരെ വളരും. അപ്പം എങ്ങനെയാ വളരുന്നത്? ഒരു ട്യൂബായിട്ട് വളരും. ഒരു ട്യൂബ് പോലെയാണ് വളരുന്നത്. എന്നിട്ട് ഈ പോളൻ ഗ്രെയിനിന്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? പരാഗരേണുവിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? പുംബീജം, മെയിൽ ഗാമേറ്റ് ഉണ്ടായിരുന്നു. ആൺബീജം ഉണ്ടായിരുന്നു, മെയിൽ ഗാമേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ മെയിൽ ഗാമേറ്റ് രണ്ടുപേരും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. അതിങ്ങനെ താഴോട്ട് വന്ന് എവിടെ കയറി? ഓവറിയുടെ ഉള്ളിൽ കയറി. ഇറ്റ് റീച്ചസ് ഓവറി ത്രൂ ദിസ് ട്യൂബ്. അപ്പൊ ഒന്ന് മനസ്സിലാക്കിക്കോളൂ. എന്താ അത്? നമ്മള് പോളൻ ഗ്രെയിൻ, അതായത് പരാഗരേണു എന്ന് പറയുന്നത് ഒരു ബാഗ് പോലെയാണ്. ഈ ബാഗ് ഒരു ട്യൂബായിട്ട് വളരും. ഒരു ട്യൂബ് പോലെയാട്ടോ വളരുക, ഒരു ട്യൂബ്. ഓക്കെ, ട്യൂബ് പോലെ. അതായത് ഈ ട്യൂബിന്റെ ഉള്ളിൽ സ്ഥലം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഒരു കുഞ്ഞു ട്യൂബായിട്ട് വരും. ഈ ട്യൂബിന്റെ ഉള്ളിൽ ആരുണ്ട്? ഈ ട്യൂബിൽ കൂടിയിട്ടാണ് രണ്ട് ആൺബീജങ്ങൾ ട്രാവൽ ചെയ്ത് ഇങ്ങനെ വന്ന് അവസാനം ഓവറിയുടെ ഉള്ളിൽ കയറുന്നത്. ഈ ട്യൂബ്. അപ്പൊ പോളൻ ട്യൂബ്, പോളൻ ഗ്രെയിൻ എന്താണ്? ഇറ്റ് ഗ്രോസ് ആസ് എ ട്യൂബ്. ഇറ്റ് ഗ്രോസ് ആസ് എ ട്യൂബ്. പരാഗരേണു ഒരു ട്യൂബ്, ഒരു നാളിയായിട്ട് വളരും. ഏതിൽ കൂടിയിട്ടാ വരിക? സ്റ്റൈലിൽ കൂടിയിട്ട്. ഇറ്റ് ഗ്രോസ് ഡൗൺ ത്രൂ ദ സ്റ്റൈൽ. എങ്ങോട്ടേക്കാ വളരുന്നത്? ഓവറിയുടെ അടുത്തേക്ക് വളരും. ഈ ട്യൂബിൽ കൂടിയിട്ട് മെയിൽ ഗാമേറ്റ്സ് റീച്ച് ദി ഓവറി. ഈ നാളിയിൽ കൂടിയിട്ടാണ് പുംബീജം അണ്ഡാശയത്തിലേക്ക് എത്തുന്നത്. എന്നിട്ട് മെയിൽ ഗാമേറ്റ് ക്വീനിനെ കണ്ടു, രാജ്ഞിയെ കണ്ടു. അപ്പൊ അണ്ഡവുമായി കൂടിച്ചേരുന്നു. അണ്ഡം, ഇറ്റ് ഫ്യൂസസ് വിത്ത് ദ ഫീമെയിൽ ഗാമേറ്റ്. ദ മെയിൽ ഗാമേറ്റ് inside the pollen tube fuses with the inside the tube fuses with the female gamete which is egg. എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. പരാഗണത്തിന് ശേഷം പരാഗരേണു എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻ ജനിതണ്ടിലൂടെ സ്റ്റൈലിൽ കൂടിയിട്ട് അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയായിട്ട്, ഓവറിയിലേക്ക് ഒരു നാളിയായിട്ട്, ഒരു ട്യൂബായിട്ട് വളരും. ഈ ട്യൂബിന്റെ ഉള്ളിൽ, ഈ നാളിയിലൂടെയാണ് പുംബീജം, അതായത് മെയിൽ ഗാമീറ്റ് അണ്ഡാശയത്തിൽ എത്തുന്നത്. എന്നിട്ട് അണ്ഡവുമായി കൂടിച്ചേരും. എന്നിട്ട് എഗ്ഗുമായിട്ട് കൂടിച്ചേരും. പുംബീജം അണ്ഡവുമായി കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം ഉണ്ടാവും. ഈ ഒരു പ്രക്രിയനെയാണ് ബീജസങ്കലനം എന്ന് പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ പോളിനേഷൻ ദ പോളൻ ട്യൂബ് ഗ്രോസ് ഡൗൺ ത്രൂ ദ സ്റ്റൈൽ. എങ്ങോട്ടേക്ക്? ടുവേർഡ്സ് ദി ഓവറി ഇൻ ദ ഫോം ഓഫ് എ ട്യൂബ്. എങ്ങനെയാ വളരുന്ന? കയ്യും കാലും ഒക്കെ വെക്കണ്ടില്ല, ഒരു ട്യൂബ് പോലെ വളരും. ഇത് കണ്ടോ, ഒരു ട്യൂബ്. ഈ ട്യൂബിൽ കൂടി ദ മെയിൽ ഗാമേറ്റ് റീച്ചസ് ദ ഓവറി ത്രൂ ദിസ് ട്യൂബ് ആൻഡ് ഇറ്റ് ഫ്യൂസസ് വിത്ത് ദ എഗ്.
മെയിൽ ഗാമേറ്റ് താഴോട്ട് വന്ന് ഈ ട്യൂബിൽ കൂടി താഴോട്ട് ഇറങ്ങും, എന്നിട്ട് എഗ് ആയിട്ട് വരും. ഓക്കെ, ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്. ഫീമെയിൽ ഗാമേറ്റിന്റെ വേറൊരു പേരാണ് എഗ്. ഈ പ്രോസസ് ഓഫ് ഫ്യൂഷനെയാണ് നമ്മൾ എന്താന്ന് പറയാ, ഫെർട്ടിലൈസേഷൻ. ആൻഡ് ഇറ്റ് ഫോംസ് എഗ്, അല്ല ഫോംസ് സൈഗോട്ട്. ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് ആൻഡ് എഗ് to form zygote is called fertilization. Okay, ഇത് കാണാതെ പഠിക്കേണ്ട സാധനമാണ്. This is known as fertilization. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. പരാഗണത്തിന് ശേഷം പരാഗരേണു ജനിതണ്ടിലൂടെ അണ്ടാശയത്തിലേക്ക് ഒരു നാളിയായി വളരുന്നു. ഈ നാളിയിലൂടെ പുംബീജം, അതായത് മെയിൽ ഗാമേറ്റ് അണ്ടാശയത്തിലേക്ക് എത്തുന്നു, എന്നിട്ട് അണ്ടവുമായി കൂട്ടിച്ചേരുന്നു. അണ്ടവുമായി പുംബീജവും അണ്ടവും കൂട്ടിച്ചേർന്ന് ആരുണ്ടായി, സിക്താണ്ഡം ഉണ്ടായി എന്നുള്ളതാണ്. ഈ പ്രക്രിയനെയാണ് ബീജസങ്കലനം എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദ, നമുക്ക് ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻസ് തന്നിട്ട്, വാട്ട് ഹാപ്പൻസ് ടു ദ പോളൻ ഗ്രെയിൻ ആഫ്റ്റർ പോളിനേഷൻ. പോളൻ ഗ്രെയിനിന് എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞു പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് കുഞ്ഞു ബാഗാണ്, ഇതിന്റെ ഉള്ളിൽ 2 മെയിൽ ഗാമറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ പോളൻ ഗ്രെയിനിന് എന്ത് സംഭവിച്ചു? പരാഗണത്തിന് ശേഷം പരാഗരേണുവിന് എന്ത് സംഭവിക്കും? ആഫ്റ്റർ പോളിനേഷൻ പോളൻ ഗ്രെയിൻ ആണ് ഈ പറയുന്നത് പോലെ ഒരു ട്യൂബായിട്ട് സ്റ്റൈലിൽ കൂടിയിട്ട് താഴേക്ക് വളരുന്നത്. ഈ മെയിൽ ഗാമേറ്റ്സ് എന്നിട്ട് ഇതിന്റെ താഴോട്ട് സഞ്ചരിക്കും. പരാഗണത്തിന് ശേഷം ആഫ്റ്റർ പോളിനേഷൻ പോളൻ ഗ്രെയിൻസ് ഗ്രോസ് ഡൗൺ ത്രൂ ദ സ്റ്റൈലിൽ കൂടിയിട്ടാണ് താഴേക്ക് വരിക. സ്റ്റൈൽ എന്ന് പറയുന്ന ജനിതണ്ടിലൂടെയാണ് ഓവറിയുടെ അടുത്തേക്ക് വളരുന്നത്. ഓവറിയിലാണല്ലോ നമ്മുടെ ക്വീൻ ഉള്ളത്. സോ ആഫ്റ്റർ പോളിനേഷൻ പോളൻ ഗ്രെയിൻസ് ഗ്രോസ് ഡൗൺ ത്രൂ ദ സ്റ്റൈൽ ടുവേർഡ്സ് ദ ഓവറി ഇൻ ദ ഫോം ഓഫ് എ ട്യൂബ്. പരാഗണത്തിന് ശേഷം പരാഗരേണു ജനിതണ്ടിലൂടെ അണ്ടാശയത്തിലേക്ക് ഒരു നാളിയായി വളരുന്നു. ഹൗ ഡസ് മെയിൽ ഗാമേറ്റ് റീച്ച് ദ ഓവറി? പരാഗരേണുവിന്റെ ഉള്ളിലുള്ള പുംബീജം മെയിൽ ഗാമേറ്റ് അണ്ടാശയത്തിൽ എത്തുന്നത് എങ്ങനെയാണ്? മെയിൽ ഗാമേറ്റ് റീച്ചസ് ദ ഓവറി ത്രൂ പോളൻ ട്യൂബ്. പോളൻ ട്യൂബിൽ കൂടിയിട്ടാണ് പോകുന്നത്. മെയിൽ ഗാമേറ്റ് 2 ഉണ്ട്. ഈ മെയിൽ ഗാമേറ്റ് പോളൻ ട്യൂബിൽ കൂടിയിട്ട് സഞ്ചരിക്കും. ഓക്കെ, മെയിൽ ഗാമേറ്റ് റീച്ചസ് ദ ഓവറി ത്രൂ ദ പോളൻ ട്യൂബ്. എന്നിട്ട് എന്ത് ചെയ്യും? ഇറ്റ് ഫ്യൂസസ് വിത്ത് ദ എഗ്. അപ്പൊ പരാഗരേണു ജനിതണ്ടിലൂടെ അണ്ടാശയത്തിലേക്ക് ഒരു നാളിയായി വളരും. പരാഗരേണു അതായത് പോളൻ ഗ്രെയിൻ ഒരു നാളിയായിട്ട് വളരും. ഈ നാളിയിലൂടെയാണ് പുംബീജം അണ്ടാശയത്തിൽ എത്തുന്നത്, എന്നിട്ട് അണ്ടവുമായി കൂടിച്ചേരുന്നത്. ഓക്കെ, ഇനി വാട്ട് ഇസ് ഫെർട്ടിലൈസേഷൻ? എന്താണ് ബീജസങ്കലനം? ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് ആൻഡ് എഗ് ഇൻ ദ ഓവറി. ഓവറിയുടെ ഉള്ളിൽ മെയിൽ ഗാമേറ്റും എഗ്ഗും തമ്മിൽ ഫ്യൂസ് ആവുന്നതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഫോംസ് എ സൈഗോട്ട്. സൈഗോട്ട് ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. സൈഗോട്ട് ആണ് ആദ്യത്തെ കുഞ്ഞസ്റ്റ് ചെടി, ഏറ്റവും ചെറിയ ചെടി എന്ന് പറയുന്നത്, ആദ്യത്തെ ജീവൻ. The process of fusion of male gamete and egg in the ovary, within the ovary to form zygote. എവിടെയാ നടക്കണേ ഇത്? അതാണ്, അതും കൂടി നോക്കണല്ലോ. ഇതിന്റെ ഉള്ളിലേ നടക്കുള്ളൂ ട്ടാ. ഈ ഓവറിയുടെ ഉള്ളിലാണ് മക്കളെ, ഈ ഓവറിയുടെ ഉള്ളിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്ന് നിങ്ങൾ മറക്കാൻ പാടില്ല. ഓക്കെ, ഓവറിയുടെ ഉള്ളിലാണ് എപ്പോഴും. ഓവറിയുടെ ഉള്ളിൽ, ഓവ്യൂളിന്റെ ഉള്ളിലാണ് ഇൻഫാക്ട് ഫ്യൂഷൻ നടക്കുന്നത്. ഓക്കെ, ഓവറിയുടെ ഉള്ളിൽ, ഓവ്യൂളിന്റെ ഉള്ളിൽ. അപ്പൊ ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്, male gamete and female gamete, which is also known as egg, in the ovary to form zygote is called fertilization. പുംബീജവും അണ്ടവുമായി ചേർന്ന് സിക്താണ്ഡമാകുന്ന പ്രക്രിയയാണ് ബീജസങ്കലനം എന്ന് നമ്മൾ പറയുന്നത്. By which name is fertilized egg known? എന്ത് പേരിലാണ് ഫെർട്ടിലൈസേഷൻ നടന്നിരിക്കുന്ന ഫെർട്ടിലൈസേഷൻ നടന്നിരിക്കുന്ന ആ ഒരു സംഭവത്തിന് പറയുന്ന പേരെന്താണ്? ബീജസങ്കലനം കഴിഞ്ഞതിന് ശേഷം അണ്ടത്തിനെ നമ്മൾ എന്ത് പേരിട്ടിട്ടാ വിളിക്കുക? ഫെർട്ടിലൈസ്ഡ് എഗ് ഇസ് നോൺ ആസ് സൈഗോട്ട്. സൈഗോട്ടിന്റെ മലയാളം പേര് സിക്താണ്ഡം. സൈഗോട്ട്, സിക്താണ്ഡം. അപ്പൊ ഫെർട്ടിലൈസേഷൻ നമുക്ക് മനസ്സിലായി. ഇനി ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോഴത്തേക്ക് ഇതിനൊക്കെ നമ്മൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പൂവുണ്ടായിരുന്നു, പൂവിന് ദളങ്ങൾ ഉണ്ടായിരുന്നു, പൂവിന് വിതളങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്താ കേസരം ഉണ്ടായിരുന്നു, അല്ലെ പെറ്റൽസ് ഉണ്ടായിരുന്നു, സെപ്പൽസ് ഉണ്ടായിരുന്നു, അതുപോലെ ആൻഡ്രീഷ്യം കേസരം ഉണ്ടായിരുന്നു, ജെനി ഉണ്ടായിരുന്നു, ജനിപുടം ഉണ്ടായിരുന്നു, അതായത് ഗൈനീഷ്യം ഉണ്ടായിരുന്നു. ആ ഗൈനീഷ്യത്തിന്റെ പാർട്ടായിട്ട് ഓവറി ഉണ്ടായിരുന്നു, ഓവ്യൂൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ എന്താ സംഭവിക്കുക? പരിപാടി കഴിഞ്ഞു, അല്ലെ കല്യാണം കഴിഞ്ഞു. അപ്പൊ അത് കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? അണിഞ്ഞൊരുങ്ങലൊക്കെ നമ്മൾ അഴിച്ചു വെക്കും. പെറ്റൽസ്, ദളങ്ങൾ കൊഴിഞ്ഞു പോകും. കഴിഞ്ഞു, എന്റെ പരിപാടി കഴിഞ്ഞു, ഇനി ആരും വരേണ്ട കാര്യമില്ല. ദളങ്ങൾ കൊഴിഞ്ഞു പോകും. പെറ്റൽസ് വിതർ ഓഫ്,
കൊഴിഞ്ഞു പോകും. സെപ്പൽസോ, സെപ്പൽസ് എന്ന് പറയുന്നത് മൊട്ടായി ഇരിക്കുമ്പോഴത്തേക്കും ആ മൊട്ടിനെ സംരക്ഷിക്കാനായിട്ട് പച്ച കളറിലുള്ള സാധനമാണ് സെപ്പൽസ്. ആ സെപ്പൽസ് പൂവിന്റെ അടിയിൽ ഉണ്ടാവും അല്ലെ, ചെമ്പരത്തിയിൽ ടീച്ചർ കാണിച്ചു തന്നു. അത് ദേ കിടക്കുന്നു. അത് ഇതേപോലെ തന്നെ ചിലപ്പോ എന്താ, ചിലപ്പോ ആ ഫലമില്ലേ, പഴത്തിൽ ഒട്ടിപ്പിടിച്ചിട്ട് തന്നെ ഇരിക്കും. ഇറ്റ് മേ റിമെയിൻ അറ്റാച്ച് ടു ദ ഡെവലപ്പിംഗ് ഫ്രൂട്ട്. അതായത് വികസിക്കുന്ന പഴത്തിൽ പറ്റി പിടിച്ചിട്ട് തന്നെ വിതളങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പറയാണ്. സെപ്പൽസിന് അതാണ് സംഭവിക്കുന്നത്. ഇനി കേസര കൂടെ, കേസര ആ മെയിൽ ഗാമീറ്റ് ഇവിടുന്ന് പോയി അല്ലേ, മെയിൽ ഗാമീറ്റ് ആൻഡ്രീഷ്യം എവിടെയാ, ഇതൊരു എന്താ ഫിലമെന്റും ഉണ്ടായിരുന്നു, ആൻതറും ഉണ്ടായിരുന്നു അല്ലെ, പരാഗിയും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇവിടെ ഒരു ദണ്ടും ഉണ്ടായിരുന്നു. ഇത് രണ്ടെണ്ണത്തിന്റെ ഒക്കെ ആവശ്യം കഴിഞ്ഞു, കാരണം ഇവിടെ നിന്ന് രാജകുമാരൻ പോയി കഴിഞ്ഞു. അപ്പൊ ഇതിനി വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. ആൻഡ്രീഷ്യം ഡ്രൈസ് അപ്പ്, പൊഴിഞ്ഞു പോവാൻ, ഷെഡ്, അതിങ്ങനെ ഉണങ്ങി വരണ്ട, ആൻഡ്രീഷ്യം ഉണങ്ങി വരണ്ട്, അത് പൊഴിഞ്ഞു പോകും, കേസരപുടവും പൊഴിഞ്ഞു പോകും എന്ന് പറയാം. അതേ സമയം ഇപ്പോ നമ്മുടെ ജനിപുടത്തിൽ ആരുണ്ട്, ഓവറി ഉണ്ട് അല്ലെ. ഓവറിയില്, ഓവറിയുടെ ഉള്ളിൽ ഓവ്യൂൾ ഉണ്ട്. ഈ ഓവ്യൂളിൽ പോയിട്ട് സങ്കലനം നടന്നു. അപ്പൊ എന്തുണ്ടായി, സൈഗോട്ട് ഉണ്ടായി അല്ലെ, സൈഗോട്ട് ഉണ്ടായി. ബീജസങ്കലനത്തിന് ശേഷം ഉണ്ടാവുന്ന പേരാണ് സൈഗോട്ട്. അതായത് സിക്താണ്ഡമുണ്ട്, കുഞ്ഞ് ചെടിയുണ്ട്. അപ്പൊ ഈ ഓവ്യൂൾ ഉണ്ട്. അപ്പൊ ഒന്ന് നോക്കിക്കോ, ഇതാണ് ഒരു ഓക്കെ, നമുക്ക് ഇത് നോക്കാം, കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കാം. ഓവറി ഉണ്ട്. ഇനി ഓവറി ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. ഓവറി എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിച്ചു, ഇതാണ് ഓവറി. ഓവറിയുടെ അകത്ത് ആരുണ്ട്, ഓവറിയുടെ അകത്താണ് ഓവ്യൂൾ. ഒരു ഓവ്യൂൾ മാത്രമേ ടീച്ചർ ഇപ്പൊ വരയ്ക്കുള്ളൂ. ഇതാണ് ഓവ്യൂൾ എന്ന് വിചാരിച്ചോ. ഇതിന്റെ ഉള്ളിലായിട്ടാണ് ഏതാണ്ട് കേട്ടോ, ഇങ്ങനെ അല്ല ശരിക്കും, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാ പറയാം. ഇതിന്റെ ഉള്ളിലായിട്ടാണ് എന്തുള്ളത്, ഇപ്പൊ അണ്ടമുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ബീജസങ്കലനത്തിന് ശേഷം, ഫെർട്ടിലൈസേഷന് ശേഷം എന്തുണ്ട്, സിക്താണ്ഡം, അതായത് സൈഗോട്ട് ഉള്ളത്. സൈഗോട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഒന്നിച്ച് ഫ്യൂസ് ആയിട്ടുണ്ടായ സാധനം. അപ്പൊ സൈഗോട്ട് ഇതിനകത്തുണ്ട്. ഇനി ഓവ്യൂളിന് എന്ത് സംഭവിക്കും, ഇതെന്താണ്, ഇതാണ് സീഡ്, വിത്തായിട്ട് മാറും. ഓവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. ഈ സീഡിന്റെ ഉള്ളിലാണ് കുഞ്ഞിച്ചെടി ഉള്ളത്. ഓവറി എന്തായിട്ട് മാറും, ഓവറിയാണ് ഫ്രൂട്ട്, ഫലമായിട്ട് മാറുന്നത്. ഫ്രൂട്ടായിട്ട്, ഓവറി ഫ്രൂട്ട് അല്ലെങ്കിൽ ഫലം ആയിട്ട് മാറും. ഓക്കെ, ഫലമായിട്ട് മാറും. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് കുറച്ച് കഴിയുമ്പോ എംബ്രിയോ ആയിട്ട് മാറും. സൈഗോട്ട് വളരാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. സൈഗോട്ട് എന്തായിട്ട് മാറും, എംബ്രിയോ ആയിട്ട് മാറും. ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോ സൈഗോട്ട്, സിക്താണ്ഡം ഉണ്ടാവും. സിക്താണ്ഡം കുറച്ച് കഴിയുമ്പോൾ എംബ്രിയോ ആയിട്ട് വളരാനായിട്ട് തുടങ്ങും. ഓവ്യൂൾ, അതിന് ചുറ്റും ഉണ്ടായിരുന്ന ഓവ്യൂൾ ആണ് സീഡ് അഥവാ വിത്ത് ആയിട്ട് മാറുന്നത്. സീഡ് അല്ലെങ്കിൽ വിത്തായിട്ട് മാറുന്നത്. അതിന് പുറത്താണ് ഫലം അല്ലെങ്കിൽ ഫ്രൂട്ട് ഉണ്ടാകും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാങ്ങയുടെ കാര്യം തന്നെ നമ്മൾ നോക്കി എന്ന് വിചാരിച്ചോ, മാങ്ങയുടെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ മാങ്ങയുണ്ട്, മാങ്ങയുടെ അണ്ടിയുണ്ട്. അത് കഴിഞ്ഞിട്ട്, അതായത് ഇതാണ് വിത്ത്, ഇത് ഓവ്യൂൾ ആയിരുന്നു അല്ലെ, ഇത് ഓവ്യൂൾ ആയിരുന്നു. ഇതാണ് പഴം, നമ്മൾ പറയാം മാങ്ങയുടെ പഴം എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതാണ് ഫലം. ഓക്കെ, ഇത് ഓവറി ആയിരുന്നു, അതായത് ഇത് ഓവറിയിൽ നിന്നാണ് ഉണ്ടായത്. ഇതിന്റെ അകത്താണ് സൈഗോട്ട് ഉള്ളത്. സൈഗോട്ട്, ഇതാണ് ഓവ്യൂൾ, ഇതാണ് സൈഗോട്ട്. സൈഗോട്ടിനെ വേറെ കളറിൽ വരയ്ക്കാം നമുക്ക്. സൈഗോട്ട് എന്ന് പറയുന്നത് മഞ്ഞ കളറിലുണ്ട് എന്ന് വിചാരിച്ചോ. ഓവ്യൂൾ എന്ന് പറയുന്നത് പച്ച, നല്ല നീല കളറിലുണ്ട് എന്ന് വിചാരിച്ചു. ഇതാണ് ഓവ്യൂൾ. ഓക്കെ, ഇതാണ് ഓവ്യൂൾ, മാങ്ങാണ്ടി. അതാണ് സീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ എന്ത് സംഭവിക്കും, സൈഗോട്ട് വളരാൻ തുടങ്ങും, എന്നിട്ട് എംബ്രിയോ ആയിട്ട് മാറും. ബീജസങ്കലനത്തിന് ശേഷം സിക്താണ്ഡം ഭ്രൂണമായി മാറും. എംബ്രിയോ എന്ന് പറയുന്നത് ഭ്രൂണം, എംബ്രിയോ എന്ന് പറയുന്നത് ഭ്രൂണം. ഓക്കെ, ഭ്രൂണം. ഓവ്യൂൾ, അതിന് തൊട്ട് മുന്നേ ഉള്ള ഓവ്യൂൾ എന്തായിട്ട് മാറും, നീല കളറിൽ ഇവിടെ വരച്ചിട്ടുണ്ട്, അത് വിത്തായിട്ട് മാറും. ഓവ്യൂൾ ബിക്കംസ് എ സീഡ്, ഓവറി ബിക്കംസ് ദ ഫ്രൂട്ട്. ചുറ്റുമുണ്ടായിരുന്ന ഓവറിയാണ് ഫലമായിട്ട് മാറുന്നത്. ഓവ്യൂൾ വിത്തായും അണ്ടാശയം ഫലമായും മാറും. നൗ വാട്ട് അബൌട്ട് പെഡിസെൽ, ഒരു ഭാഗം വിട്ടുപോയി. പെഡിസെൽ എന്ന് പറയുന്നത് പൂഞ്ഞെട്ട്, ദേ കിടക്കണം. ഇതാണ് പൂഞ്ഞെട്ട്. പൂവിന്റെ ഞെട്ട് ഉണ്ടായിരുന്നില്ലേ കുഞ്ഞു, മറ്റേ നമ്മൾ കണ്ടു ചെമ്പരത്തി പൂല് താഴെ ഒരു ഞെട്ടുണ്ടായിരുന്നു അല്ലെ, അത് ഫ്രൂട്ടിന്റെ, ഫലത്തിന്റെ തണ്ടായിട്ട് മാറും. ഫ്രൂട്ട് സ്റ്റോക്ക്, ഫ്രൂട്ടിന്റെ തണ്ടായിട്ട് മാറും, ഫ്രൂട്ട് സ്റ്റോക്ക് ആയിട്ട് മാറും. ഇറ്റ് റിമെയിൻസ് ആൻഡ് ബിക്കംസ് എ പാർട്ട് ഓഫ് ദ ഫ്രൂട്ട് സ്റ്റോക്ക്. അവശേഷിക്കുന്ന ഫലത്തണ്ടിന്റെ ഭാഗമായി മാറും. അപ്പൊ
പെറ്റൽസ് പൊഴിഞ്ഞുപോയി. ആൻഡ്രീഷ്യം ഗോൺ, പൊഴിഞ്ഞുപോയി. കേസരപൂടം ആ വഴിക്ക് പോയി. സെപ്പൽസ് ഉണ്ടാവും, ഇപ്പോഴും ഉണ്ടാവും. വികസിക്കുന്ന പഴത്തിൽ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഓവറി മാറി മറിഞ്ഞു. പെഡിസൽ ഉണ്ടാവും, ഫ്രൂട്ട് സ്റ്റോക്കിന്റെ ഭാഗമാവും. എന്നിട്ട് സൈഗോട്ട് എന്തായി മാറി? നമുക്ക് നോക്കാം. സൈഗോട്ട് ഏറ്റവും ഉള്ളിലുള്ളതാണ് സൈഗോട്ട്. എംബ്രിയോ ആയിട്ട് മാറി. സൈഗോട്ട് എന്ന് പറയുന്നത് സിക്താണ്ഡം ഭ്രൂണമായിട്ട് മാറി. അതിന് ചുറ്റുമുണ്ടാവുന്ന ഓവ്യൂൾ എന്തായിട്ട് മാറി? സീഡായിട്ട് മാറി. ഓവ്യൂൾ എന്ന് പറയുന്നത് വിത്തായിട്ട് മാറി. ഓവ്യൂൾ എന്ന് പറയുന്നത് വിത്തായിട്ട് മാറി. അതിന് ചുറ്റുമുണ്ടാവുന്ന ഓവറി എന്തായിട്ട് മാറി? ഫ്രൂട്ടായിട്ട് മാറി. അതായത് ഫലമായിട്ട് മാറി. അണ്ടാശയം ഫലമായിട്ട്, ഫ്രൂട്ടായിട്ട്, അതായത് പഴമായിട്ട് മാറി. ഇതാണ് വ്യത്യാസം വരുന്നത്. അതായത് ബീജസങ്കലനത്തിന് ശേഷം ഉള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഫ്രൂട്ട്സ് എന്താന്ന് മനസ്സിലായി. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു പൂവ് കഴിക്കുമ്പോഴത്തേക്കും നമ്മള് ആ ചെടിയുടെ പൂവിന്റെ അകത്തുള്ള അണ്ടാശയത്തെയാണ് മക്കളെ കഴിക്കുന്നത്. ഇനി എങ്ങനെ മാങ്ങ നമ്മൾ സമാധാനമായിട്ട് കഴിക്കും അല്ലെ? പക്ഷെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിച്ചിട്ട് നമ്മൾ മാങ്ങാണ്ടി എടുത്തെറിയും. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും മധുരമുള്ള മാങ്ങയും ചക്കയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാ? നമ്മൾ അത് കഴിക്കണം. കഴിച്ചതിന് ശേഷം നമ്മൾ മാങ്ങാണ്ടി വലിച്ചെറിയണം. ചക്കക്കുരു എടുത്ത് വലിച്ചെറിയണം. പക്ഷെ നമ്മളിപ്പോ ചക്കയുടെ കൂട്ടാൻ ഉണ്ടാക്കും അല്ലെ? അങ്ങനെ ചക്കയുടെ കൂട്ടാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചക്കയ്ക്ക് വിഷമവും. പക്ഷെ ചക്കയ്ക്ക് വിഷമാവാതിരിക്കാൻ ചക്ക എന്ത് ചെയ്യും? കുറേ ചക്കക്കുരു ഉണ്ടാക്കും. അപ്പൊ കുറച്ച് നിങ്ങൾ കൂട്ടാൻ ഉണ്ടാക്കാൻ എടുത്തോളൂ, ബാക്കിയുള്ളത് വലിച്ചെറിയൂ എന്ന് പറയും. പക്ഷെ ചക്കയ്ക്ക് ഉണ്ടോ അറിയുന്നു? നമ്മുടെ വീട്ടിൽ സ്ഥലമില്ല എന്നല്ലേ? തിരുവനന്തപുരത്തൊക്കെ ഒട്ടും സ്ഥലമില്ല. നിങ്ങളുടെ അവിടെയൊക്കെ സ്ഥലം ഉണ്ടോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. വീട്ടിലൊക്കെ സ്ഥലം ഉണ്ടോ? ചക്ക വെച്ച് പിടിപ്പിക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്ന് കമന്റിൽ പറയൂട്ടോ ടീച്ചറിന്റെ അടുത്ത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഒന്നും കൂടി. ഫലങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നോക്കാം, ചോദ്യം നോക്കാം. ഈസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഓവറീസ് ആൻഡ് ദ നമ്പർ ഓഫ് ഫ്രൂട്ട്? നമ്മൾ പറഞ്ഞു ഓവറി ഉണ്ട്, അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഓവ്യൂൾ ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഓവ്യൂൾ ഉണ്ട്. അതിന്റെ ഉള്ളിലാണ് സൈഗോട്ട് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഓവറിയാണ് ഫലമായിട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. ഓവറിയാണ് ഫ്രൂട്ട് ആയിട്ട് മാറുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ദിസ് ഇസ് എ ഫ്രൂട്ട്. ഓക്കെ, ഫലമായിട്ട് മാറുന്നത്. എത്ര ഓവറി ഉണ്ട്? അപ്പൊ കുറെ ഓവറി ഉണ്ട് എന്ന് വിചാരിച്ചോ. ഒരു പൂവിന്റെ ഉള്ളിൽ തന്നെ ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടാവാം. ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിലധികം ഫ്രൂട്ട് ഉണ്ടാവും. ഇഫ് എ ഫ്ലവർ ഹാസ് സിംഗിൾ ഓവറി, ഒറ്റ ഓവറിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒറ്റ ഫ്രൂട്ട് മാത്രം. പക്ഷെ ഒരു പൂവിന് ഒറ്റ അണ്ടാശയമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ഫലം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ മൾട്ടിപ്പിൾ ഓവറീസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ഉണ്ടാവും. അതിപ്പോ നമ്മൾ നോക്കും കേട്ടോ. അതായത് നമ്പർ ഓഫ് ഓവറീസും നമ്പർ ഓഫ് ഫ്രൂട്ട്സും തമ്മിൽ ബന്ധമുണ്ട്. അത് നമ്മളിപ്പോ നോക്കും കേട്ടോ. അപ്പൊ നോക്കിക്കോ, a bitter gourd has one flower and it has only one ovary. അപ്പൊ ബിറ്റർ ഗാർഡ്, പാവയ്ക്കൊക്കെ ഒരു പൂവുണ്ട് എന്ന് വിചാരിച്ചോ. ആ പൂവിന്റെ അകത്ത് ഒരു അണ്ടാശയമേ ഉണ്ടാവുള്ളൂ. ഒരണ്ടാശയം. ഒരു പൂവിനകത്ത് വൺ അണ്ടാശയം, വൺ ഓവറി ഓൺലി. ഒരു ഓവറി ആണെങ്കിൽ ഒറ്റ കായേ ഉണ്ടാവുള്ളൂ. ഒരു പഴം മാത്രമേ ഉണ്ടാവുള്ളൂ. വൺ ഫ്രൂട്ട് വിൽ ബി ഡെവലപ്പ്. വൺ ഫ്ലവറിൽ നിന്നും വൺ ഫ്രൂട്ട് വിൽ ബി ഡെവലപ്പ്. ദ ഫ്ലവേഴ്സ് ഓഫ് മാംഗോ, ലേഡീസ് ഫിംഗർ, പീ, പപ്പായ ഒക്കെ ഒറ്റ ഓവറി ഉള്ളവരാണ്. ഉദാഹരണത്തിന് ഒരു പാവയ്ക്കയുടെ പൂവില് ഒരു അണ്ടാശയം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഫലം മാത്രമേ ആ പൂവ് ഉണ്ടാക്കുള്ളൂ. ഒറ്റ പൂവിൽ നിന്ന് ഒരു ഫലമേ ഉണ്ടാവുള്ളൂ. മാമ്പഴം, വെണ്ടയ്ക്ക, പയറ്, പപ്പായ, എല്ലാ ചെടികളുടെയും പൂക്കൾക്ക് ഒരു അണ്ടാശയം മാത്രമേ. ഒരു പൂവിന് ഒരു അണ്ടാശയം, ഓൺലി വൺ ഓവറി. സോ ഓൺലി വൺ ഫ്രൂട്ട് വിൽ ബി ഡെവലപ്പ് ഫ്രം ദാറ്റ് ഫ്ലവർ. ഒരു പൂവിൽ നിന്നും ഒരു ഫലം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ മൾട്ടിപ്പിൾ ഓവറീസ് ഉണ്ടെങ്കിലോ, കുറെ ഫ്രൂട്ടുകൾ ഉണ്ടെങ്കിലോ, പക്ഷെ ഒരു ഓവറിയിൽ നിന്ന് ഉണ്ടാവുന്നതിന് ഒരു പേരും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാട്ടോ. സിമ്പിൾ ഫ്രൂട്ട് ഇസ് എ ഫ്രൂട്ട് ദാറ്റ് ഈസ് ഫോം ഫ്രം എ സിംഗിൾ ഫ്ലവർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പൂവില് ഒരേ ഒരു അണ്ടാശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു ഫ്രൂട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു പൂവിൽ നിന്നും ഒരു ഫലം ഉണ്ടാവുന്നതിനെയാണ് ലഘുഫലം. ആ ഫലത്തിനെയാണ് നമ്മൾ ലഘുഫലം
എന്ന് പറയുന്നത്. സിമ്പിൾ ഫ്രൂട്ട്. A simple fruit is a fruit that is formed from a single flower. ഒറ്റ ഫ്ലവറിൽ ഒരു ഫ്ലവറിൽ നിന്നും ഒരു ഫ്രൂട്ട് മാത്രം ഉണ്ടായ that is known as a simple flower. ഒരു പൂവിൽ നിന്നും ഒരു ഫലം ഉണ്ടാവുന്നതാണ് ലഘുഫലം അല്ലെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇനി ഒരു പൂവിൽ ഒന്നിലധികം ഓവറികൾ ഉണ്ടെങ്കിലോ, ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിലധികം പഴങ്ങൾ ഉണ്ടാവോ, ഒന്നിലധികം ഫ്രൂട്ട്സ് ഉണ്ടാവോ? Can it produce more than one fruit? Yes, papa. Yes, baby. We can produce more than one ഫ്രൂട്ട്. നമുക്കല്ല, പൂക്കൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു പൂവിൽ കുറെ ഓവറീസ്, ഞാനൊരു വലിയ പൂവ് വരച്ചു, ഈ പൂവിനകത്ത് ഒരു ഓവറി, ഇത് രണ്ടാമത്തെ ഓവറി, ഇങ്ങനെ മൂന്നാമത്തെ ഓവറി, കുറെ ഓവറീസ് ഉണ്ട് വിചാരിച്ചോ. ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടെങ്കിൽ ആ ഫ്രൂട്ട് ദാറ്റ് ഡെവലപ്സ് ഫ്രം സിംഗിൾ ഫ്ലവർ, ഒറ്റ ഫ്ലവർ ആണ് പക്ഷെ മൾട്ടിപ്പിൾ ഓവറീസ് ഉണ്ട്. അങ്ങനെ അത് പഴമായിട്ട് മാറിയാൽ അതിന്റെ എക്സാമ്പിൾ സീതപ്പഴം, കസ്റ്റർഡ് ആപ്പിൾ. കസ്റ്റർഡ് ആപ്പിൾ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങിച്ചിട്ടാണ് അത് ഉണ്ടാവുക അല്ലെ, ഇങ്ങനെ 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 പൊങ്ങിച്ചിട്ടാണ് ഉണ്ടാവുക അല്ലെ. അയ്യോ, വലിയ കുഴപ്പമില്ലാണ്ട് ഒന്നുമില്ലേ, എന്റെ വരപ്പും എഴുത്തും ഭയങ്കര മോശമായിട്ടാ. അപ്പൊ ഇത് നമ്മൾ പറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ പഴം പോലെ, അത് ഒറ്റ പഴമാണ് പക്ഷെ എന്നാലും ഒരു പൂവെന്നാണ് ഉണ്ടാക്കിയേക്കണം. ഒരു പൂവെന്നാണെങ്കിൽ അതിന്റെ ഉള്ളിൽ പല 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 ഓവറികൾ ഉണ്ട്. അതെല്ലാം കൂടി ചേർന്നിട്ടാണ്, അതായത് കുഞ്ഞു 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 ഫ്രൂട്ട്സ് ആണ്. അപ്പൊ അത് ഒന്നിച്ചിട്ട് ഒരു വലിയ പഴമായി. അതിനെയാണ് അഗ്രഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയാം. ഫ്രൂട്ട് ദാറ്റ് ഇസ് ഡെവലപ്പ് ഫ്രം എ സിംഗിൾ ഫ്ലവർ വിത്ത് മൾട്ടിപ്പിൾ ഓവറീസ്, അതിന് അഗ്രഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയാം. കസ്റ്റർഡ് ആപ്പിൾ നിങ്ങൾ സീതപ്പഴം ഒന്ന് കഴിച്ചിട്ട് പറയണം കേട്ടോ, നിങ്ങൾ കണ്ടോന്ന്. പല 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 എന്താ പറയാ ഫലങ്ങൾ ചേർന്നുണ്ടാവുന്നത്. ഓക്കെ, ഒന്നിലധികം അണ്ടാശയങ്ങളുള്ള ഒരു പൂവിൽ നിന്നും ഉണ്ടാകുന്ന ഫലങ്ങളാണ് പുഞ്ചഫലങ്ങൾ അല്ലെങ്കിൽ സീതപ്പഴം എന്ന് പറയുന്നത്. ഈ പൊങ്ങിച്ച് നിൽക്കുന്നത് അങ്ങനെയാണ്, അതിനെ അഗ്രഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയും. ഓക്കെ, അഗ്രഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയും. അപ്പൊ ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായി. ഇനി ഒരേ ഒരു എക്സാമ്പിൾ ടെക്സ്റ്റിൽ ഇല്ലാത്ത, എന്നാലും എന്റെ ഒരു സമാധാനത്തിന് ഞാൻ പറയട്ടെ. തണ്ണിമത്തൻ, ഇപ്പൊ തണ്ണിമത്തൻ എടുത്തു വിചാരിച്ചോ. ഒരു ഓവറിയുടെ ഉള്ളില് ഒരു ഓവ്യൂൾ ഉണ്ട് അല്ലെ. ഈ ഓവ്യൂളിന്റെ അകത്താണ് സൈഗോട്ട് ഉണ്ടാവുക. ഓവ്യൂൾ എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. അപ്പൊ ഒരു ഓവ്യൂളിൽ തന്നെ ഒരു ഓവറിയിൽ തന്നെ മൾട്ടിപ്പിൾ ഓവ്യൂളുകൾ ഉണ്ടെങ്കിൽ ഒരു പഴത്തിന്റെ ഉള്ളിൽ കുറെ വിത്തുകൾ ഉണ്ടാവും. ഒരു വൺ ഓവറി, വൺ ഓവ്യൂൾ ആണെങ്കിൽ ഒറ്റ വൺ ഫ്രൂട്ട് വിത്ത് വൺ സീഡ്. ഓക്കെ, ഇനി അഥവാ വൺ ഓവറി വിത്ത് മേനി ഓവ്യൂൾ. വൺ ഓവറി, ഒരു അണ്ടാശയം പക്ഷെ മൾട്ടിപ്പിൾ ഓവറി, മേനി ഓവ്യൂൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ഫ്രൂട്ട് ഒരു ഫലമേ ഉണ്ടാവുള്ളൂ പക്ഷെ മേനി സീഡ്സ് ഉണ്ടാവും, കുറെ സീഡ് ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഓവറി, മെനി ഓവറി ആണുള്ളത്. ഓക്കെ, മെനി ഓവറി ആണുള്ളത് ഒറ്റ ഫ്ലവറിൽ ആണെങ്കിൽ എന്തുണ്ടാവും? അഗ്രഗേറ്റ് ഫ്രൂട്ട്. ഇതിൽ ഓരോരോ ഫ്രൂട്ടിന്റെ ഉള്ളിലും അഗ്രഗേറ്റ് ഫ്രൂട്ട്, ഓരോരോ ഫ്രൂട്ട്, നിങ്ങൾ കസ്റ്റർഡ് ആപ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഫ്രൂട്ടിന്റെ ഉള്ളിലും ഓരോ വിത്ത് ഉണ്ടാവും അല്ലെ. അങ്ങനെയാണ് ആ വിത്തിന് പൊതിഞ്ഞിട്ട് ഒരു ഫ്രൂട്ട്, അങ്ങനെയാണ് ഉണ്ടാവുക. അതിനെയാണ് അഗ്രഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയാം. ഓക്കെ, കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഓക്കെ, മനസ്സിലായോ ഇല്ലയോ എന്നൊന്ന് കമന്റിൽ എഴുതിയേക്കണേണ്ട. ഓക്കെ, ഇനി സീഡ്ലെസ് ഫ്രൂട്ടിന്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്.